നഷ്ടത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിന് വീണ്ടും തുടർച്ചയായിട്ട് നഷ്ടം നടത്താനായിട്ടുള്ള ആനുകൂല്യം കൊടുക്കുന്ന ഒരു പരിപാടി പോലെയാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദോഷമേ ഉള്ളൂ. ഈ പല സംസ്ഥാനങ്ങളും ഈ റവന്യൂ കമ്മി ഗ്രാൻഡ് കിട്ടാൻ വേണ്ടി കള്ളക്കണക്കുകളും വെച്ച് ഇങ്ങനെ ഞങ്ങളുടെ സ്ഥിതി വളരെ മോശമാണെന്ന് ഇങ്ങനെ വരുത്തി തീർത്തുകൊണ്ടിരിക്കാനായിട്ടുള്ള ശ്രമമുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ സ്ഥിതി എന്താണെന്നറിയാം. കടമെടുക്കുന്ന തുകയുടെ 90% നിത്യനിദാന ചെലവിന് തുടർച്ചയായിട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത്. നിങ്ങളുടെ നാട്ടിലെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്രത്തിനോടൊപ്പം നിങ്ങളും പങ്കുചേരണം. അങ്ങനെ ഒരു മെസ്സേജാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതൊരു മാറ്റം തന്നെയാണ്. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയും കേന്ദ്രം അത് അംഗീകരിച്ചതും കേരളത്തിന് ഗുണകരമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതൊരു നല്ലൊരു കാര്യമാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്കിതിനെ കാണാം. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റ് അവതരണം നടന്നത്. ഇതിന് പിന്നാലെ വീണ്ടും ചർച്ചയാവുകയാണ്. കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുകയാണ് എന്ന ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? കേന്ദ്രം മറ്റേതെങ്കിലും രീതിയിൽ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുന്നുണ്ടോ? നിരവധി ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് മുൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന, അത് കൂടാതെ 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ കൂടിയായിരുന്ന ശ്രീ BA പ്രകാശ് സാർ. ഇവിടെ ഇപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ ഈ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ ഈ ബഡ്ജറ്റ് വഴിയാണ് നടപ്പിലാക്കുന്നത്. അവരംഗീകരിക്കുക, നടപ്പിലാക്കി. അതുമൂലം കേരളത്തിന് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്, പിന്നെ മറ്റ് മേഖലകളിൽ എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായൊരു കാര്യം. ഈ സംസ്ഥാനങ്ങൾക്ക് ഒരു ധനകാര്യ കമ്മീഷൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു റവന്യൂ കമ്മി ഗ്രാൻഡ്. റവന്യൂ കമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ വരവും ചെലവും തമ്മിലുള്ള കമ്മി, അതായത് നിത്യനിദാന വരുമാനവും ചെലവും തമ്മിലുള്ള കമ്മി. അങ്ങനെ തുടർച്ചയായിട്ട് കമ്മിയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇവരൊരു ഗ്രാൻഡ് കൊടുക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ധനകാര്യ കമ്മീഷനിൽ കേരളത്തിന് കിട്ടിയിരിക്കുന്ന ഏതാണ്ട് ആ ഇനത്തിലുള്ള ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പിന്നീട് 37,814 കോടി. പശ്ചിമ ബംഗാൾ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് കിട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഈ ഗ്രാൻഡ് നിർത്തി എന്നുള്ളതാണ് ഒരു സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം. അതായത് 16ാം ധനകാര്യ കമ്മീഷൻ ഈ കാര്യം പരിശോധിച്ചപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ ഗ്രാൻഡ് നിർത്തുന്നതിന് എതിരാണ്. പിന്നെ കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങൾ ഇത് വേണമെന്ന് പറഞ്ഞു. എന്നാൽ വേറെ ഒരു 4-5 സംസ്ഥാനങ്ങൾ ഇത് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ഒരു നിലപാട്, ഈ നഷ്ടത്തിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിന് വീണ്ടും തുടർച്ചയായിട്ട് നഷ്ടം നടത്താനായിട്ടുള്ള ആനുകൂല്യം കൊടുക്കുന്ന ഒരു പരിപാടി പോലെയാണ് ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദോഷമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നിർത്തലാക്കണം എന്നുള്ള ഏകണ്ഠമായ ഒരു തീരുമാനം അവരെടുത്തു. അതുമൂലം നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിലയ്ക്കുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ നഷ്ടം, ഒരു തരത്തിൽ പറഞ്ഞാൽ നഷ്ടം. പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്നറിയാം. ഈ ധനകാര്യ കമ്മീഷനിൽ വേറെ ചില മാനദണ്ഡങ്ങൾ വച്ചിരിക്കുന്നത് മൂലം, അതായത് കോൺട്രിബ്യൂഷൻ ടു GDP, അതോടൊപ്പം തന്നെ ഫോറസ്റ്റ്, പിന്നെ മൊത്തം ഏരിയ, ഡെമോഗ്രാഫിക് പെർഫോമൻസ്, അങ്ങനെ ചില മാറ്റങ്ങൾ വരുത്തി. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങളും ഇതും മാറ്റം വന്നു. ഇതിൽ ചില മാറ്റങ്ങൾ കേരളത്തിന് അനുകൂലമാണ്. അതുമൂലം എന്ത് സംഭവിച്ചു? ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷനിൽ മൊത്തം റവന്യൂ, കേന്ദ്രത്തിൻ്റെ മൊത്തം റവന്യൂ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് 1.9% നമുക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് 2.38% കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം വന്നു. ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്. അതായത് പിന്നീട് ഈ 1.92 ആണെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഏതാണ്ട് 24,500 കോടി രൂപ വർഷം കിട്ടുമെങ്കിൽ ഇതിപ്പോൾ 2.38 ആകുമ്പോൾ അത് 36,000 വരുന്നു. ഏതാണ്ട് ഒരു 10,000 കോടി രൂപയുടെ വർധന വരുന്നു. ഇപ്പോൾ അതേസമയം നമ്മളിപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നിർത്തിയത് മൂലം ഒരു വർഷം ഏതാണ്ട് 7,500 കോടി രൂപയുടെ നഷ്ടം നമുക്ക് വരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്നത് കൂടുതൽ തുകയാണ്. ഒരുപക്ഷെ അടുത്തടുത്ത വർഷങ്ങളിൽ നമ്മുടെ വരുമാനവും ബാക്കിയുള്ളതെല്ലാം കൂടുമ്പോൾ തീർച്ചയായിട്ടും സംസ്ഥാനത്തിന് കിട്ടാനുള്ള ഷെയർ കൂടുന്നു. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഈ 16ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയും കേന്ദ്രം അത് അംഗീകരിച്ചതും കേരളത്തിന് ഗുണകരമായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതൊരു നല്ലൊരു കാര്യമാണ്, പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്കിതിനെ കാണാം. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഇവിടെ ഇപ്പോൾ റൈസ് ചെയ്യുന്നത്, ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൊടുത്തുകൊണ്ടിരുന്ന പണം
വികസന പ്രോജക്റ്റുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പണം കുറയ്ക്കുകയും സംസ്ഥാനങ്ങൾ തന്നെ അത് കൂടുതൽ പങ്കെടുക്കുകയും കൂടുതൽ തുക അതിലേക്ക് ചേരണം എന്നുള്ള നില. ഏറ്റവും കൂടുതൽ ഉദാഹരണം എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി MGNREG. അത് മുമ്പാണെങ്കിൽ കേന്ദ്ര സർക്കാരായിരുന്ന ഏതാണ്ട് മുഴുവനും ഒരു 10% മാത്രമേ ഉള്ളൂ സംസ്ഥാനത്തിൻ്റെ ചില അഡ്മിനിസ്ട്രേറ്റീവ് ചിലവ് എന്നുള്ള നിലയിൽ. ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനം 40% കൊടുക്കണമെന്നാണ് പറയുന്നത്, കേന്ദ്രം 60%ലേക്ക് കുറഞ്ഞു. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ബാധ്യത ഒരുപാട് കൂടി. ഒരു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാനായിട്ട് സംസ്ഥാനത്തിൻ്റെ ബാധ്യത ഒരുപാട് കൂടി എന്നുള്ള വലിയ കംപ്ലയിൻറ്റ് മൊത്തത്തിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ റെയിൽവേ പ്രോജക്റ്റുകൾ വരുമ്പോൾ ഇപ്പോൾ കേന്ദ്രം പറയുന്നത് എന്താണ്, നിങ്ങളൊരു 50% കോൺട്രിബ്യൂട്ട് ചെയ്താലേ ഈ റെയിൽവേ പ്രോജക്റ്റ്, നാഷണൽ ഹൈവേ പ്രോജക്റ്റിനും നിങ്ങളൊരു 50%. വലിയ കേന്ദ്രത്തിൻ്റെ വികസന പദ്ധതിയേക്കും നമ്മളേതാണ്ട് സംസ്ഥാനങ്ങൾ കൊടുക്കണം എന്നുള്ള ഒരു ഇതും വരുന്നു. അപ്പോൾ അത് സംസ്ഥാനങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളുടെ സംസ്ഥാനങ്ങൾ ഇറക്കാൻ വേണ്ടിയല്ലേ എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. പക്ഷേ ഇവിടെ വേറൊരു വശം കൂടെയുണ്ട്. അതായത് ഈ പല സംസ്ഥാനങ്ങളും അവരുടെ പിന്നീട് ധനസ്ഥിതി വളരെ മോശമാക്കി പിന്നീട് പണം മുഴുവനും പോപ്പുലിസ്റ്റ് പരിപാടികൾക്കും ഇലക്ഷൻ ഓറിയൻറ്റഡ് പണവിതരണവും അങ്ങനെയൊക്കെ ചിലവാക്കി പോകുന്നു. നിങ്ങൾ കുറേ കൂടെ മെച്ചമാക്കണം, നിങ്ങളുടെ നാട്ടിലെ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ കേന്ദ്രത്തിനോടൊപ്പം നിങ്ങളും പങ്കുചേരണം. അങ്ങനെ ഒരു മെസ്സേജാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതൊരു മാറ്റം തന്നെയാണ്. ഇതുവരെ ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നെല്ലാം ഇങ്ങനെ നമ്മൾ മേടിച്ച് കഴിയാമെന്നുള്ള ഒരു ധാരണയാണ് നിന്ന്. അതിലൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. അതിനെ ഒരു എക്കോണമിസ്റ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മൊത്തം താല്പര്യത്തിൻ്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മൊത്തം താല്പര്യം വെച്ച് നമുക്ക് നോക്കുമ്പോൾ അത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണണം. ഇപ്പോൾ നമുക്കത് സംസ്ഥാനങ്ങൾക്കത് ഒരു വിഷമമായിട്ട് തോന്നിയാലും സംസ്ഥാനങ്ങൾ കൂടെ വലിയ പ്രോജക്റ്റുകൾ, കേന്ദ്രത്തിൻ്റെ വലിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനം കൂടെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പ്രോജക്റ്റുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റാണല്ലോ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, കേന്ദ്രവും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വലിയ പ്രോജക്റ്റ്, ഇപ്പോൾ റെയിൽവേ പ്രോജക്റ്റുകൾ വരുമ്പോൾ സംസ്ഥാനവും കോൺട്രിബ്യൂട്ട് ചെയ്യണം, അല്ല എല്ലാം കേന്ദ്രം കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് വലിയ മേജർ വികസന പ്രോജക്റ്റുകൾ നടത്തി മുന്നോട്ട് പോകാൻ അതിൻ്റെ ഏതാണ്ട് കുറേ ഒരു വിഹിതം സംസ്ഥാനവും കണ്ടുപിടിക്കണം എന്നുള്ളൊരു മാറ്റം വരുന്നു. അത് ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു അതുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു നടപടിയാണ്. അപ്പോൾ ഈ കേന്ദ്രം ഈ ബഡ്ജറ്റിൽ സംസ്ഥാനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ട അർഹമായത് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ ആസ്പെക്ട്സ് കൂടെ ഒരു മാറ്റം വരുത്തണം. തീർച്ചയായിട്ടും ഒരു മാറ്റം വന്നിട്ടുണ്ട്, കേന്ദ്രത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. എല്ലാം സംസ്ഥാന പ്രോജക്റ്റുകളുടെയും വികസന പദ്ധതികളുടെയും കാര്യത്തിൽ സംസ്ഥാനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യം, ഈ റവന്യൂ കമ്മി കുറയ്ക്കുക. ഇപ്പോൾ 16-ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞ് ഈ റവന്യൂ കമ്മി കച്ചവടം നമ്മൾ നിർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പല സംസ്ഥാനങ്ങളും ഈ റവന്യൂ കമ്മി ഗ്രാൻറ്റ് കിട്ടാൻ വേണ്ടി കള്ളക്കണക്കുകളും വെച്ച് ഇങ്ങനെ ഞങ്ങളുടെ സ്ഥിതി വളരെ മോശമാണെന്ന് ഇങ്ങനെ വരുത്തി തീർത്തുകൊണ്ടിരിക്കാനായിട്ടുള്ള ശ്രമമുണ്ട്. പിന്നെ റവന്യൂ കമ്മി ഉണ്ടെങ്കിലുള്ള കുഴപ്പം എന്താണ്? നമ്മളിപ്പോൾ ഒരു സംസ്ഥാനം കടമെടുക്കുന്ന തുകയുടെ നല്ലൊരു ശതമാനവും ഈ നിത്യനിദാന ചെലവിന് ചിലവാക്കേണ്ടി വരും. ഇന്ത്യയിലുള്ള ഒരു 10-16 സംസ്ഥാനങ്ങൾക്ക് റവന്യൂ കമ്മി ഇല്ല, മിച്ചമാണ്. അവർക്ക് കേന്ദ്രത്തിൽ നിന്നൊന്നും ഗ്രാൻറ്റൊന്നും കിട്ടുന്നില്ല. പക്ഷേ എന്താണ് അവരെടുക്കുന്ന കടം മുഴുവനും വികസനത്തിന് വേണ്ടി ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ ഈ ഭരണ സംവിധാനത്തിൽ, അതായത് ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആക്റ്റിലും ബാക്കിയുള്ള എല്ലാം ഉദ്ദേശിക്കുന്ന ഇതാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ വരുമാനം കൊണ്ട് നിത്യനിദാന ചെലവുകളെല്ലാം നടത്തണം. കടമെടുക്കുന്ന തുക മുഴുവനും വികസനത്തിന് വേണ്ടിയാണ് ചിലവാക്കുന്നത്. ഇവിടെ കേരളത്തിൻ്റെ സ്ഥിതി എന്താണെന്നറിയാം. കടമെടുക്കുന്ന തുകയുടെ 90% നിത്യനിദാന ചെലവിന് തുടർച്ചയായിട്ട് ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞ കേരളം ഒരു വളരെ മോശമായിട്ടുള്ള മാനേജ്മെൻറ്റും കടക്കണിയിലുമാണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം എന്താണ്? കേരളം എടുക്കുന്ന തുകയുടെ ഏതാണ്ട് 90% നിത്യനിദാന ചെലവ് അല്ലെങ്കിൽ റവന്യൂ കമ്മി മീറ്റ് ചെയ്യാനോ അതുപോലുള്ള മറ്റ് നിത്യനിദാന ചെലവുകൾക്കും നടപ്പിലാക്കുന്നു. ഈ തരത്തിലുള്ള ഒരു മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും കേരളവും ഈ റവന്യൂ കമ്മി ചുരുക്കാനും വരവ് മെച്ചപ്പെടുത്താനും കടമെടുക്കുന്ന തുക മുഴുവനും വികസനത്തിനും വേണ്ടി ചിലവാക്കുന്ന ഒരു രീതിയിലേക്ക് വരാനായിട്ടുള്ള ഒരു മാറ്റത്തിന് സഹായകരമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കും. അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ കാണുമ്പോൾ ഇത് സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിൻ്റെയും വികസനത്തിനും സംസ്ഥാനങ്ങളുടെയും രാജ്യത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു ലോങ് ടേം ഒരു റിഫോം എന്നുള്ള നിലയ്ക്ക് നമുക്കിതിനെ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്.